ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേജ്രിവാളിന്റെ സ്വാധീനം കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം 7 സീറ്റുകളിലും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP ക്ലീൻ സ്വീപ്പ് നേടിയത് കൊണ്ടാണ്. അപ്പൊ ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളിലും BJPയുടെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രതിപക്ഷ പാർട്ടികളുടെ സമ്മർദ്ദത്തിലും അല്ലെങ്കിൽ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും പരാജയപ്പെടാതെ BJPക്ക് മികച്ച ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാർട്ടിയുടെ വോട്ടർമാരുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതിനുള്ള ഒരു കാരണം ഡൽഹിയിൽ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും മോശം പ്രകടനം കൊണ്ട് തന്നെയാണ്. അതായത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അവർ മത്സരിച്ച എല്ലാ സീറ്റുകളും നഷ്ടപ്പെട്ടു. ഇത് ജനങ്ങളുടെ പിന്തുണയുടെ അഭാവത്തിന്റെ സൂചനകൾ തന്നെയാണ്. ഇപ്പൊ കെജ്രിവാളിന്റെ ഇപ്പൊ മദ്യ അഴിമതി കേസായാലും ജയിൽവാസം എല്ലാം ഈ ഒരു പിന്തുണ കുറഞ്ഞതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ മുൻ വിജയങ്ങൾ മുതലെടുക്കുന്നതിൽ ഇത്തവണ AAP പരാജയപ്പെട്ടത്. മദ്യ അഴിമതിയുടെ ആഘാതം ചെറുതൊന്നുമല്ലായിരുന്നു AAPക്ക്. നികത്താൻ പറ്റാത്ത വിടവ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കെജ്രിവാളിന്റെ പൊതുപ്രസംഗങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഒന്നും ജനം ചെവി കൊണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ മോദിയെ തള്ളിക്കളയുമെന്നും അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കുമെന്നും അവകാശപ്പെട്ടിരുന്നു അദ്ദേഹം, അല്ലെ? BJPക്കെതിരെ വിമർശിച്ചപ്പോ പൊതുജനത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് കെജ്രിവാൾ വെറുതെ ആശിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കാതെ നിശ്ചിതമായിട്ട് വിമർശിച്ചു കൊണ്ടിരുന്നു. മറ്റൊന്ന്, നിയമപ്രശ്നങ്ങളിൽ നിന്നും അറസ്റ്റുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ സഹതാപ ഘടകം തങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുമെന്നും കെജ്രിവാളും ആം ആദ്മിയും വിശ്വസിച്ചു എന്നുള്ളതാണ്. 2-3 സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള ഇടങ്ങളിലെ പൊതുജനങ്ങൾ കെജ്രിവാളിനും കൂട്ടർക്കും പിന്നിൽ അണിനിരക്കുമെന്നുള്ള ആത്മവിശ്വാസവും അവിടെ ഉണ്ടായിരുന്നു. അതും നഷ്ടപ്പെട്ടു. കെജ്രിവാളും സഖ്യകക്ഷികളും പ്രവചിച്ച പോലെ അല്ല. പ്രവചനങ്ങൾക്ക് വിരുദ്ധമായി ഡൽഹിയിലെ യഥാർത്ഥ വോട്ടിംഗ് രീതികൾ BJPക്ക് ശക്തമായിട്ടുള്ള ഒരു പിന്തുണ ആണ് വെളിപ്പെടുത്തിയത്. കൂടാതെ പ്രതിപക്ഷത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളിൽ BJP നൽകിയ വാഗ്ദാനങ്ങൾക്കും സ്ഥിരതയ്ക്കും ഡൽഹിക്കാർ മുൻഗണന നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് ഡൽഹി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ ശക്തമായ തിരഞ്ഞെടുപ്പ് തന്ത്രവും വോട്ടർമാരുമായിട്ട് ബന്ധപ്പെടുന്നതിലെ പ്രതിപക്ഷ പാർട്ടികളുടെ പരാജയവുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതെന്നാണ്. BJPയെയും നരേന്ദ്രമോദിയും തകർക്കാൻ അരവിന്ദ് കെജ്രിവാളിന്റെ തീവ്ര ശ്രമങ്ങൾക്കിടയിലും ഡൽഹിയിലെ ജനങ്ങൾ ഭരണകക്ഷിക്കുള്ള പിന്തുണ തുടരാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത്.